സ്റ്റാർട്ട് ചെയ്യാല്ലേ? കാരണം ഇനിയും ലേറ്റ് ആക്കണ്ട. നമുക്ക് നേരത്തെ തുടങ്ങാം. കാരണം RBI ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ലേറ്റ് ആക്കുന്നില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും സ്ക്രീനിലോ വോയിസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, എന്നാലേ എനിക്ക് അറിയുള്ളൂ. ഒന്ന് വേഗത്തിൽ തന്നെ, കുറച്ച് വേഗത്തിൽ തന്നെ പോവാ അല്ലെ? RBIനെ കുറിച്ച് അറിയുന്ന ഒരുപാട് പേര്, നമ്മൾ എപ്പോഴും ബാങ്കിങ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബാങ്കാണ് RBIനെ കുറിച്ച് അല്ലെ? നമ്മുടെ സെൻട്രൽ ബാങ്കാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബാങ്കിങ്ങിന്റെ എവല്യൂഷനും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിങ്ങിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ ബാങ്കായ RBIനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോണത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോട്ട് ചെയ്യുന്നവര് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, നോട്ട് വേഗത്തിൽ എഴുതിയെടുക്കുക. കറക്റ്റ് ഈച്ച് ആൻഡ് എവരി പോയിന്റ് എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, നിങ്ങളുടെ ലെക്ചർ നോട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ. ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവര് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഈ ക്ലാസ്സിലൊക്കെ റിസർവ് ബാങ്കിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ PDF കുറിച്ച് അറിയുന്ന സബ്ജക്ട് ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആവുമായിരുന്നു അല്ലെ? ഓക്കെ, ഞാൻ മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് പറയാം. ലൈവ് ക്ലാസ് ആകുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് കിട്ടണമെന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ക്ലാസ് അസൈൻ ചെയ്താൽ കൂടി മേ ബി ആ ടീച്ചർക്ക് ചിലപ്പോൾ വൈകുന്നേരം അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ തന്നെ പറയാം. നേരത്തെ എന്തായാലും ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണി അല്ലെങ്കിൽ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇന്ന് ഏതാ സബ്ജക്ട് എന്ന് ഓൾറെഡി ഞാൻ പറയാം. ഓക്കെ, നല്ലൊരു സജഷൻ ആയിരുന്നു മുർഷിദ, ഞാൻ എന്തായാലും പറഞ്ഞിടാം. ഞാൻ പറഞ്ഞു വന്നത് ബാങ്കിങ് RBIന്റെ നോട്ട്സും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പൊ ഈവൻ നമ്മുടെ പഴയ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ എടുത്തു തരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൽ പുതിയ കുട്ടികളാണ്. പഴയ കുട്ടികളുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് നോക്കിയിരിക്കുക. അത്യാവശ്യം ആ നോട്ട്സ് എടുക്കുക. 1-2 പോയിന്റ്സ് നിങ്ങൾക്ക് അധികം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമായി. കാരണം ബാങ്കിങ്ങിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട്, ഒരു ക്ലാസ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ക്ലാസ് തുടങ്ങണേ. RBI അല്ലെ? RBI ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് എന്ത്? റിസർവ്, RBI. ഓക്കെ, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏത്? RBI. അതുപോലെ തന്നെ RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ ആണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തത്. അതിന്റെ ഇയർ എപ്പോഴാണ്? 1926 ആണ്. നമ്മൾ RBIയിൽ അത്യാവശ്യം എന്ത് പഠിക്കുന്നുണ്ട്? ഇയേഴ്സ്, വർഷങ്ങൾ പഠിക്കുന്നുണ്ട്. RBIയുടെ ഇയർ മാത്രം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോ. ഒരു ഓർഡർ ഇപ്പൊ 1926 അല്ലേ? നമ്മുടെ റെക്കമെൻഡേഷൻ എപ്പോഴാണ് പറയുന്നത്? 1926 മുതലാണ് പഠിക്കുന്നത്. പിന്നെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏത്? RBI റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ ആണ്. ഇയർ എപ്പോഴാണ്? 1926. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഇന്ത്യ ബാങ്ക് ഫോം ചെയ്യണം വേണ്ടി പിന്നെ ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് CBEC, സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിന്റെ ഇയർ എപ്പോഴാണ്? 1931. കുറച്ച് വർഷങ്ങളാണ്. RBI നമ്മൾ പഠിക്കുന്ന കുറച്ച് വർഷങ്ങളാണ്. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ ആണ് RBI റെക്കമെൻഡ് ചെയ്തത്. ഇയർ 1926. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി അവരുടെ ഒരു റിലേറ്റഡ് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി വന്ന എപ്പോഴാണ്? 1931. അതുപോലെ തന്നെ RBI ബില്ല്, ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കിയാൽ മാത്രമേ അത് എന്താവുള്ളൂ, അത് വാലിഡ് ആവുള്ളൂ അല്ലെ? അപ്പോ RBIയുടെ ബില്ല് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എപ്പോഴാണ് പാസ് ചെയ്തത്? 1933 ഡിസംബറിലാണ്. 1933 ഡിസംബറിലാണ് എന്ത്? RBI ബില്ല് പാസ്ഡ് ഇൻ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ അത്യാവശ്യം എഴുതിയെടുക്കുക. ഈ നോട്ട്സ് ഇല്ലാത്തവര് എഴുതിയെടുത്തോ, തുടക്കം മുതൽ തന്നെ എഴുതി വെച്ചോ. അവിടെ ഇവിടേക്കാണ് നിങ്ങളുടെ RBI കിടക്കുന്നത്. കമ്മീഷൻ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ RBIന്റെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു പേജ് എടുക്കുക. തുടക്കം മുതൽ RBI തന്നെ കംപ്ലീറ്റ് ചെയ്ത്, കാരണം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ RBI ആക്ട് അല്ലെ? RBI ആക്ട് വന്നതിന് ശേഷമാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്.
അപ്പൊ RBI ആക്ട് എപ്പോഴാണ്? 1934 മാർച്ച് 6-നാണ്. RBI ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എപ്പോഴാണ്? മാർച്ച് 6, 1934-ലാണ്. RBI ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് സെക്ഷനെ കുറിച്ച് ഞാൻ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ടോ. ഈ ലാസ്റ്റ് ഭാഗം പറയുന്നുണ്ട് RBI ആക്ടിലെ ഇമ്പോർട്ടന്റ് സെക്ഷനെ കുറിച്ച്. RBI ആക്ട് എപ്പോഴാണ് വന്നത്? മാർച്ച് 6, 1934. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി എപ്പോഴാണ് ഫോം ചെയ്തത്? ഏപ്രിൽ 1, 1935-നാണ്. സാധാരണ എല്ലാവരും കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ICICI, IDBI, പിന്നെ ഒരുപാട് SBI, ഇതെല്ലാം പഠിക്കുമ്പോൾ മേ ബി നമുക്ക് ഈ ഡേറ്റ് കൺഫ്യൂഷൻ ആവും. ഏപ്രിൽ വരുന്നതും മാർച്ചിൽ വരുന്നതും, അല്ലെങ്കിൽ ആക്ടും ബാങ്കുമായിട്ട് മാറിപ്പോകുന്ന ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ മാറിപ്പോവാതെ തന്നെ പഠിക്കുക. RBI കെയിം ഇൻ ടു ഫോഴ്സ്. RBI എപ്പോഴാണ് വന്നത്? 1935 ഏപ്രിൽ 1-നാണ് RBI ഫോം ചെയ്തത്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് എപ്പോഴാണ്? ആ ദിവസം തന്നെയാണ് അല്ലെ, ഏപ്രിൽ 1-ന് തന്നെയാണ് സെൻട്രൽ ബാങ്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. എന്ന് വെച്ചാൽ RBI വരുമ്പോൾ തന്നെ ഒരു സെൻട്രൽ ബാങ്ക് ആയിട്ട് തന്നെയാണ് RBI വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് നാഷണലൈസ് ചെയ്തത് എപ്പോഴാണ്? 1949 ജനുവരി 1-നാണ്. കുറെ ഡേറ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ ഡേറ്റുകൾ തന്നെയാണ്. പഠിക്കാതെ വേറെ നിവർത്തിയില്ല. RBI നാഷണലൈസ് ചെയ്തപ്പോഴാണ്? ജനുവരി 1, 1949-നാണ് RBI നാഷണലൈസ് ചെയ്തത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ RBI സ്റ്റാർട്ടഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആൻഡ് കണ്ടിന്യൂ ടിൽ. എന്ന് വെച്ചാൽ RBI ആദ്യം എന്തായിരുന്നു? ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു അല്ലെ. അത് എവിടം വരെയായിരുന്നു? 1948 ഡിസംബർ 31 വരെയായിരുന്നു. ഇത് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഒരു ഡേറ്റ് പഠിച്ചാൽ മതി. നാഷണലൈസ്ഡ് ചെയ്തത് എപ്പോഴാണ്? 1949 ജനുവരി 1-നാണ്. അതിന് തൊട്ട് മുന്നു വരെ, തൊട്ട് തലേ ദിവസം വരെ എപ്പോഴാണ്? ഡിസംബർ 31, 1948 വരെ എന്തായിരുന്നു? RBI ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു. RBI എന്തായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു. അത് എത്ര വരെയായിരുന്നു? ഡിസംബർ 31, 1948 വരെയായിരുന്നു. അതേപോലെ തന്നെ RBIന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലെ. ഇപ്പോഴത്തെ RBIന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ്? മുംബൈ ആണ്. മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഇയർ നമ്മൾ പഠിക്കണം. എപ്പോഴാണ്? 1937-ലാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ RBIയുടെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? അറിയുന്നവർ വേഗം പറഞ്ഞേ. RBIയുടെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? എവിടെ? അതിൽ 60-ഉം 62-ഉം അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു അറ്റത്തെത്തി പോണ കുറെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ അവരെങ്കിലും പറഞ്ഞേ, RBIയുടെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കൊൽക്കത്ത അല്ലെ. കൊൽക്കത്ത അല്ലെങ്കിൽ കൽക്കട്ട ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ RBI കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്ത ഇയർ എപ്പോഴാണ്? 1938-ലാണ്. അപ്പൊ ഇത്രയും ഇയറുകളെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, മസ്റ്റ് ആണ്. RBIയുടെ ബേസിക്സ് ആയുള്ള കുറച്ച് ഇയറുകളാണിത്. ഇനി ഇതൊന്ന് അഡീഷണൽ ആയിട്ട് ചോദിച്ചാലേ ചോദിക്കുള്ളൂ. എല്ലാവരും, ഏത് ഫ്രഷ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും ഇത് പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കൊന്നും വേണ്ട. എന്തായാലും എല്ലാം പഠിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ എപ്പോഴാണ് വന്നത്? 1926. സെൻട്രൽ ബാങ്ക് എൻക്വയറി കമ്മിറ്റി എപ്പോഴാണ്? 1931. എപ്പോഴാണ് ബില്ല് പാസ്സാക്കിയത്? 1933-ലാണ്. RBI ആക്ട് 1934 മാർച്ച് 6-നാണ്. RBI വന്നത് ഏപ്രിൽ 1, 1935. അതുപോലെ തന്നെ അത് വരുമ്പോൾ തന്നെ സെൻട്രൽ ബാങ്ക് ആയിരുന്നു. സെയിം ഇയർ തന്നെയാണ്. നാഷണലൈസ് ചെയ്തപ്പോഴാണ്? 1949 ജാനുവരി 1-നാണ്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയത് എപ്പോഴാണ്? ഇതിന്റെ തലേ ദിവസം വരെ 31/12/1948 എന്ന് വെച്ചാൽ ഡിസംബർ 31, 1948 വരെ. ആദ്യം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു, അല്ലെങ്കിൽ കൽക്കട്ടയിലായിരുന്നു. അത് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് 1937-ലാണ്. അതുപോലെ തന്നെ കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത് 1938-ലാണ്. ഇയറുകള് പഠിക്കുക. എല്ലാവരും എഴുതിയെടുത്തില്ലേ? എല്ലാവരും എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് അല്ലെ. എന്നാൽ കുറച്ച് വേഗത്തിൽ പോവാം. RBIന്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 കോടിയാണ് അല്ലെ. 5 കോടിയാണ് RBIന്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ. ഇതേപോലെ കുറച്ച് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പഠിക്കണം. ലാസ്റ്റ് ആ ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മളത് പഠിപ്പിച്ചു തരുന്നതാണ്.
അതുപോലെ തന്നെ ആക്ട് നമ്പർ എത്രയാണ്? 2 ആണ്. ആക്ട് നമ്പർ 2 ആണ്. പിന്നെ കുറച്ച് ഗവർണർ ആണ്. RBIന്റെ ഫസ്റ്റ് ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലെ? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവർണർ ഓഫ് RBI, ഇന്ത്യയിൽ നിന്നും RBI ഗവർണർ ആരാണ് ഫസ്റ്റ്? CD ദേശ്മുഖ് ആണ് അല്ലെ? CD ദേശ്മുഖ് ആണ് ആദ്യമായിട്ട് RBIയുടെ ഇന്ത്യൻ ഗവർണർ. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI CD ദേശ്മുഖ് ആണ്. RBIന് ഫസ്റ്റ് ഗവർണർ ആയത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. മാറിപ്പോലെ കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് ഗവർണറും അതുപോലെ തന്നെ കറൻസി നോട്ടിൽ ഫസ്റ്റ് സൈൻ ചെയ്തത് ആരാണ്? ജെയിംസ് ടൈലർ ആണ്. സെക്കൻഡ് ഗവർണറും RBIന്റെ സെക്കൻഡ് ഗവർണറും അതുപോലെ തന്നെ കറൻസി നോട്ടിൽ ഫസ്റ്റ് സൈൻ ചെയ്തത് ആരാണ്? ജെയിംസ് ടൈലർ ആണ്. അപ്പൊ ഈ 3 പേര് പഠിച്ചിട്ടുള്ളൂ. സർ ഓസ്ബോൺ സ്മിത്ത് പഠിച്ചു, ദേശ്മുഖ് പഠിച്ചിട്ടുണ്ട്, ജെയിംസ് ടൈലർ പഠിച്ചു അല്ലെ? സെക്കൻഡ് ഗവർണറും അതുപോലെ തന്നെ കറൻസി നോട്ടിൽ ഫസ്റ്റ് സിഗ്നേച്ചർ വന്നത് ജെയിംസ് ടൈലറിനെയാണ്. അതുപോലെ തന്നെ ചീഫ് ഓഫ് RBI അല്ലെ? RBIന്റെ ചീഫ് ആരാണ്? എപ്പോഴും RBI ഗവർണർ ആയിരിക്കും. ഈ ഒരു ചോദ്യം നോക്കിയേ, ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് RBI. RBIയിൽ എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് ഉള്ളത്? 4 ഡെപ്യൂട്ടി ഗവർണർ ഉള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി പോണം. എത്ര ഡെപ്യൂട്ടി ഗവർണർ ആണ് RBIയിൽ ഉള്ളത്? 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. RBIയിൽ എത്ര സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. RBIയിൽ ഇതൊന്ന് പഠിക്കണം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എക്സാമില് ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് RBIന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. നമ്പേഴ്സ് ആണ് അല്ലെ? കുറച്ച് നമ്പർ വരുന്ന കുറച്ച് 2 ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ് ഫോർ അവരുടെ ടൈം എത്രയാണ്? 4 വർഷത്തേക്കാണ് കേട്ടോ. അവരുടെ ടൈം എത്രയാണ്? 4 വർഷത്തേക്കാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ് ഫോർ 4 ഇയേഴ്സ്. 4 വർഷമാണ് അവരുടെ കാലാവധി വരിക. 21 മെമ്പേഴ്സ് ആണ് എന്തിലുണ്ടാകുക? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ RBI ഗവർണറിന്റെ ടൈം 3 വർഷമാണ്. RBI ഗവർണറുടെ ടൈം 3 വർഷം. മാറിപ്പോകരുത് കേട്ടോ. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 പേരാണ്. അവരുടെ കാലാവധി 4 വർഷമാണ്. RBI ഗവർണറിന്റെ ടൈം 3 വർഷം. മാറിപ്പോലെ. RBI ഗവർണറിന്റെ ടൈം 3 വർഷം. അതുപോലെ തന്നെ ഇത് നോക്കിയേ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ? നമ്മൾ പഠിച്ചു എത്രയാണ്? 21 മെമ്പേഴ്സ് ഉണ്ട് പറഞ്ഞു. അവരാരൊക്കെയാണ് നോക്കാം. ഒരു ഗവർണർ ഉണ്ടാവും. 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടാവും. ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചുള്ളൂ. അതേപോലത്തെ 2 ഫിനാൻസ് മിനിസ്ട്രി അല്ലെ? 2 പേര് ഫിനാൻസ് മിനിസ്ട്രി എന്നുള്ള അംഗങ്ങളായിരിക്കും. 10 ഗവൺമെന്റ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ്. 10 പേര് ആരായിരിക്കും? ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും. 4 ഡയറക്ടേഴ്സ് ഹു റിപ്രസെന്റ് ലോക്കൽ ബോർഡ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മെയ് 19 ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ? RBIക്ക് എത്ര ലോക്കൽ ബോർഡ്സ് ഉണ്ട് എന്നായിരുന്നു ചോദ്യം വന്നത്. ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. RBIക്ക് എത്ര ലോക്കൽ ബോർഡ് ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം എന്തായിരുന്നു? 4 ആയിരുന്നു. 4 ഡയറക്ടേഴ്സ് ഹു റിപ്രസെന്റ്സ് ലോക്കൽ ബോർഡ്സ്. ഏതൊക്കെയാണ് 4 ലോക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ? മുംബൈ ഉണ്ട്, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ഡൽഹി. കണ്ടില്ലേ? നമ്മള് വേണ്ടാന്ന് വെച്ചിട്ട് വിടുന്ന കാര്യമായിരിക്കും CSEB ചോദിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഈ മെയ് 19 കഴിഞ്ഞ ചോദ്യമായിരുന്നു. RBIക്ക് എത്ര ലോക്കൽ ബോർഡ് ഉണ്ട് എന്നാണ് ചോദ്യം. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി. എത്രയാണ്? 4 ആണ്. 4 ഡയറക്ടേഴ്സ് ഫ്രം ഇവരുടെ ലോക്കൽ ബോർഡ്. ഇങ്ങനെയുള്ള 21 മെമ്പേഴ്സ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉള്ളത്. എഴുതിയെടുത്തോ? എഴുതിയെടുത്തില്ലേ? എല്ലാം ചോദിച്ചിട്ടുണ്ട്. RBIന്റെ ഗവർണറുടെ ടീം ഇതെല്ലാം പഠിക്കണം. ഫസ്റ്റ് ഗവർണറിന്റെ, പിന്നെ അതുപോലെ തന്നെ ആദ്യം നമ്മൾ നോക്കിയ കുറച്ച് വർഷങ്ങള് എല്ലാം പഠിച്ചിട്ട് പോകണം. എഴുതിയെടുത്തോ? എഴുതിയെടുത്തില്ലേ? ഓക്കെ, അടുത്തത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ഇതിന്റെ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിന്റെ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം എന്തായിരുന്നു? മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. മെയ് 19 കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ്. ഈ 2 ചോദ്യങ്ങളായിരുന്നു RBIന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്.
മനസ്സിലാവുന്നുണ്ടോ? എത്ര ലോക്കൽ ബോർഡ് ഉണ്ട് എന്നായിരുന്നു ചോദ്യം. അതിന് ഉത്തരം എന്തായിരുന്നു? 4 മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നായിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി? ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ MPC. ദ സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ദി മോണിറ്ററി പോളിസി കമ്മിറ്റി. ആരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ചെയർമാൻ ആരായിരിക്കും? ഗവർണർ ആയിരിക്കും അല്ലെ, RBI ഗവർണർ ആണ്. MPCന്റെ ഫുൾ ഫോം എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ചെയർമാൻ ആരാണ്? എപ്പോഴും RBI ഗവർണർ ആണ്. മെയിൻ ആയിട്ട് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നോക്കിയേ, ഇൻ ഓർഡർ ടു കീപ് ഇൻഫ്ലേഷൻ വിത്തിൻ എ സ്പെസിഫിക് ടാർഗറ്റ് ലെവൽ ദ മോണിറ്ററി പോളിസി കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ടാസ്ക് ഓഫ് സെറ്റിംഗ് ദ ബെഞ്ച് മാർക്ക് പോളിസി ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് അല്ലെ ഇൻഫ്ലേഷൻസ് ഉണ്ടാവും, ഡിഫ്ലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കറക്റ്റ് റേറ്റ്, കറക്റ്റ് ഇൻഫ്ലേഷൻ കൂടാതെ, പണപ്പെരുപ്പം കൂടാതെ ശ്രദ്ധിക്കാനുള്ള ഇത് ആർക്കാണ്? അത് മോണിറ്ററി പോളിസി കമ്മിറ്റിക്കാണ്. എങ്ങനെയാണ് അവരത് കൺട്രോൾ ചെയ്യുന്നത്? ബെഞ്ച് മാർക്ക് പോളിസി ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെ. ബെഞ്ച് മാർക്ക് പോളിസി ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കുറെ റേറ്റുകൾ പഠിക്കാറുണ്ട് അല്ലെ. ഈ റേറ്റുകൾ ഈ കമ്മിറ്റി ഫിക്സ് ചെയ്തു. മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഈ റേറ്റുകൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തിട്ട് രാജ്യത്ത് എന്ത് ചെയ്യില്ല? ഇൻഫ്ലേഷൻസ് കൂടാതെ അതിനെ സ്പെസിഫിക് ടാർഗറ്റ് ലെവലിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇതാണ് മെയിൻ ആയിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിന്റെ ചുമതല. മനസ്സിലാവുന്നുണ്ടോ? ഇൻഫ്ലേഷൻ ലെവല് ഒരു സ്പെസിഫിക് ടാർഗറ്റ് ലെവലിൽ തന്നെ നിർത്തുക. അത് എന്തുകൊണ്ടാണ്? എങ്ങനെ ചെയ്യുക? സെറ്റിംഗ് ദി ബെഞ്ച് മാർക്ക് പോളിസി ഇൻട്രസ്റ്റ്. ഡിഫറെന്റ് റേറ്റുകൾ ഉണ്ടാവും അല്ലെ, മെയിൻ ആയിട്ട് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇങ്ങനെയുള്ള ഈ റേറ്റുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് ലെവൽ ഒരേ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇതായിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നതാണ്. കൺസിസ്റ്റ് ഓഫ് 6 മെമ്പേഴ്സ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അവരാരൊക്കെയാണ്? 3 പേര് ഫ്രം RBI. RBI 3 പേരുണ്ടാവും. 3 പേരായിരിക്കും? ഗവൺമെന്റ് നോമിനി ആയിരിക്കും. 3 ഫ്രം RBI, 3 ഫ്രം ഗവൺമെന്റ് നോമിനി. അതുപോലെ തന്നെ അവരെപ്പോഴാണ്? MPC മീറ്റ്സ് അറ്റ്ലീസ്റ്റ് 4 times a year. ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും മീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ക്വാർട്ടേർലി അല്ലെ, ക്വാർട്ടേർലി ബേസിലെങ്കിലും അവര് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ മോണിറ്ററി പോളിസി കമ്മിറ്റി നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ. ഇതിൽ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൺസിസ്റ്റ് ഓഫ് 6 മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് ചോദ്യം. എത്രയായിരുന്നു? 6 പേരാണ് ഉത്തരം വന്നത്. എഴുതിയെടുത്തോ? മനസ്സിലായ? ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷന്റെ നിരക്ക് ഒരു സ്പെസിഫിക് ലെവലിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ചെയർമാൻ ആരായിരുന്നു? RBI ഗവർണർ ആയിരുന്നു. ഓക്കെ അല്ലേ? എഴുതിയെടുത്തില്ലേ? കണ്ടില്ലേ? നമ്മൾ പഠിക്കുക, RBIയുടെ എല്ലാം പഠിച്ചിട്ട് പോവുക, എല്ലാം പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്കൊരു 1 മാർക്ക് എന്തായാലും കിട്ടും. 1.5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും RBIന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാറുണ്ട് നമ്മൾ. RBIന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അത് എവിടെയാണെന്നുള്ളതും കൂടി നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ഫസ്റ്റ് നോക്കിയേ, റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ്. റിസർവ് ബാങ്കിന്റെ സ്റ്റാഫ് കോളേജ് എവിടെയാണ്? സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. റിസർവ് ബാങ്ക് സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? ചെന്നൈയിലാണ്. ഒന്നുകൂടെ കാണിക്കൂ. ഏതാണ്? കഴിഞ്ഞ സ്ലൈഡ് ആണോ? ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെടുത്താൽ മതി. എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ ഗവൺമെന്റ്, ചെയർമാൻ RBI ഗവർണർ. മെയിൻ ആയിട്ട് ലക്ഷ്യം എന്താണ്? ലക്ഷ്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറൊന്നുമില്ല. കൺസിസ്റ്റ് ഓഫ് 6 മെമ്പേഴ്സ്, 3 ഫ്രം RBI, 3 ഫ്രം ഗവൺമെന്റ് നോമിനി, 4 times a year. മീറ്റിംഗ് കൂടുന്നത് 4 times in a year. ഇത്ര മതി. ഇങ്ങനെ വേഗത്തിൽ എഴുതിയെടുത്താൽ മതി. ഓക്കെ.